തിരുവനന്തപുരം ബാലരാമപുരത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ. ഹരികുമാറിന് കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ സഹായം കിട്ടിയതായും പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. വിവരങ്ങളുമായിട്ട് ചന്തു, എന്താണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അമ്മാവൻ തന്നെയാണ് കൊല ചെയ്തത് എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചോ പോലീസിന്റെ ഭാഗത്താണ്? സനീഷ്, അമ്മാവൻ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് പക്ഷേ ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ ഇവർ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഈ മൊഴി പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ കൂടുതൽ ഒരു ചോദ്യം ചെയ്യൽ വേണമെന്ന തരത്തിലേക്ക് ഇപ്പോൾ അമ്മാവനെ ഒറ്റയ്ക്കിരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്ന കാര്യത്തിലടക്കം ഇനി പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊന്നും ഇയാൾ പോലീസിനോട് ഇപ്പോൾ സമ്മതിക്കുന്നില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ താൻ കൊലപ്പെടുത്തി എന്ന് കുറ്റസമ്മതം നടത്തിയതായാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ഈ അമ്മാവനെ മാത്രം ഒറ്റയ്ക്കിരുത്തി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയുടെ സഹായം അമ്മാവന് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിലും പോലീസ് ഒരു സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇവർ ആദ്യഘട്ടം മുതൽ ഈ മൊഴികൾ മാറ്റി പറയുന്നു. മൊഴികളിൽ വൈരുദ്ധ്യം ആദ്യഘട്ടം മുതലുണ്ട്. കേസ് വഴിതിരിച്ചു വിടുന്നതിനാണോ എന്ന തരത്തിലുള്ള ഒരു പരിശോധന കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറെക്കുറെ ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അവസാനഘട്ട മൊഴിയെടുപ്പിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിലൊരു കൃത്യമായ ഉത്തരം ലഭ്യമാകും. അത് പോലീസ് തന്നെ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ, നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ളവർ തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം അല്പസമയത്തിനകം തന്നെ നൽകും. ഇതിൽ പോലീസിന്റെ നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമായിരുന്നു. അതുകൊണ്ടാണ് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇയാൾ കുറ്റസമ്മതം നടത്തിയെങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ കുട്ടിയുടെ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചന്തു, നമുക്ക് ഇപ്പോൾ വൈകി വാർത്ത അറിഞ്ഞു തുടങ്ങിയവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാമോ? എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഈ വിവരം പുറത്തു വന്നത്? ബന്ധുക്കൾ, കുടുംബം എപ്പോഴാണ് ഈ പരാതിയായിട്ട് പോലീസിനോട് പറഞ്ഞത്? നമ്മൾ മാധ്യമങ്ങൾ വാർത്തയെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? സനീഷ്, ഇതിൽ ആദ്യം രാവിലെ ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് നമ്മൾ ന്യൂസ് മലയാളമായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന വാർത്ത. ഒരു 2.5 വയസ്സുകാരിയെ കാണാനില്ല, ബാലരാമപുരത്തിന് സമീപം 2.5 വയസ്സുകാരിയെ കാണാനില്ല എന്നതായിരുന്നു വാർത്ത. അതനുസരിച്ച് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്താണ്, ഞങ്ങളുടെ പ്രതിനിധി അഞ്ജു അവിടെ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ അവിടെ ഒരു ദുരൂഹത ഉള്ളതായി ആദ്യം മനസ്സിലാക്കുന്നു. അതിനുശേഷം പോലീസ് അവിടെ എത്തുന്നു. കുഞ്ഞിനെ അതിനുശേഷം സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കണ്ടെത്തിയ സാഹചര്യം തന്നെ വളരെ ദുരൂഹതകൾ സൃഷ്ടിക്കുന്നതാണ്. രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയ കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം ചുറ്റുമതിലെല്ലാമുള്ള ഒരു കിണറ്റിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് എങ്ങനെ ഈ കിണറ്റിലേക്ക് എത്തി എന്ന അത് ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അതിനുശേഷം വീടിന് അകത്ത് ഒരു മുറിയുടെ ഭാഗത്ത്, അതായത് ഈ അമ്മാവൻ ഹരികുമാർ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ, കട്ടിലിന്റെ ഒരു ഭാഗം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെടുന്നു. കൂടാതെ 3 ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയതെന്ന പോലെ ഒരു 3 കുരുക്കുകൾ ആ വീടിന് അടുത്ത് നിന്നും കാണുന്നു. ഇതെല്ലാം തന്നെ ഒരു ദുരൂഹത സ്വാഭാവികമായും ജനിപ്പിക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ്, ആരാണ് ഈ കുഞ്ഞിനെ ഈ കിണറ്റിലേക്ക് ഇത്ര ക്രൂരമായി വലിച്ചെറിഞ്ഞത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ആദ്യഘട്ടം ഈ അമ്മയെ നൽകിയ മൊഴിയിലായിരുന്നു പ്രധാനമായും ഒരാൾ മതിൽ ചാടിക്കടന്നു വന്നതായി സംശയമുണ്ടെന്നും അത് നിഴൽ പോലെയായിരുന്നു എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതായിട്ടുള്ള മൊഴികൾ വന്നു. അതിനുശേഷം കുഞ്ഞ് എവിടെയാണ് ഉറങ്ങിയത് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ചില മൊഴികൾ, അല്ലെങ്കിൽ മൊഴികളിൽ വൈരുദ്ധ്യം വരുന്നു. കുഞ്ഞിന്റെ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മാവനോടൊപ്പമാണെന്ന് പറയുന്നു, അമ്മാവനോട് ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾക്കൊപ്പമാണെന്ന് പറയുന്നു. അമ്മ പറയുന്നു താൻ ബാത്റൂമിൽ പോകുന്ന സമയം വരെ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ കാണാനില്ലാണ്. എന്താണ് സംഭവിച്ചതെന്നതിൽ കൃത്യമായും വ്യക്തതയില്ല. പക്ഷേ പോലീസിന്റെ കൃത്യമായ ഒരു അന്വേഷണം അവിടെ ഉണ്ടായി. ഈ മൊഴികളിലെ വൈരുദ്ധ്യം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പരിശോധിക്കുന്നു. ഇത് കൊലപാതകം തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് ആ നിമിഷം തന്നെ പോലീസ് എത്തിച്ചേർന്നു. അത് പ്രധാനമായും പുറത്തുനിന്ന് ആരും വന്ന് ചെയ്യുകയില്ല എന്ന ഒരു സ്ഥിരീകരണവും പോലീസിന് അവിടെ നിന്നും ആ സാഹചര്യ തെളിവുകൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം തന്നെ ഈ കുടുംബത്തിലുള്ളവരെ, അമ്മയെയും അച്ഛനെയും കൂടാതെ ഈ അമ്മാവൻ ഹരികുമാർ മുത്തശ്ശിയെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴും മൊഴിയെടുപ്പ് ഇവിടെ തുടരുകയാണ്. അതിൽ പരിസരവാസികളുടെ മൊഴിയെടുപ്പും പോലീസ് പൂർത്തിയാക്കി. കൂടാതെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നതിന് വേണ്ടി വിരലടയാള വിദഗ്ധരെ വീട്ടിലെത്തി പരിശോധന നടത്തി. ആദ്യഘട്ടത്തിൽ അമ്മയായിരുന്നു പോലീസിന് സംശയം. കാരണം അമ്മയുടെ മൊഴികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നു വന്നത് സാമ്പത്തികമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു